ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഏറ്റവും കുറഞ്ഞ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് സുന്ദരിയാകാം എന്ന് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഫൗണ്ടേഷൻ, ഒരു ലിപ്സ്റ്റിക്, ഒരു ലിപ് ലൈനർ, ഒരു കാജൽ. കാജൽ എനിക്ക് നിർബന്ധമാണ്. ഐലൈനർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഐലൈനർ യൂസ് ചെയ്യാം. ഇപ്പം പൊതുവേ കുട്ടികളൊക്കെ ഐലൈനർ യൂസ് ചെയ്യുന്നത് എനിക്ക് താഴെ എഴുതിയിട്ടില്ലെങ്കിൽ ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷേ എപ്പോഴും ഒരു ഡൾനെസ് എൻ്റെ ഫേസിലേക്ക് വരുന്നതുകൊണ്ട് ഞാൻ പൊതുവേ കാജൽ അങ്ങനെ ഒഴിവാക്കാറില്ല. ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യെങ്കിലും ചെയ്യും കാജൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട്. ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ആയിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റോസ് വാട്ടർ യൂസ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഗ്ലിസറിൻ. ഇത് രണ്ടും മിക്സ് ചെയ്യും. ഒരു 2:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ഫസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് തീർന്നു കേട്ടോ മിക്സ് ചെയ്ത് വെച്ചത്. ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് ഡാബ് ചെയ്യുക. എന്നിട്ട് മേലോട്ട് നമുക്ക് ഒരു പ്രായം കഴിയുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് സാഗി ആവാൻ തുടങ്ങും. അപ്പം അറിയാം എല്ലാവർക്കും ഇപ്പം നമ്മുടെ സ്കിന്നിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വളരെയധികം കൺസേൺ ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രോപ്പർ രീതിയിലായിരിക്കും യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. താഴേക്ക് വലിക്കാതെ മാക്സിമം മേലേക്ക് പുള്ളപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് ഫേസ് ടെക്നിക്കാണ് ഒരു ഐ ഷോ ദാറ്റ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ വന്ന് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ ഒരു ക്രീസ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ജസ്റ്റ് അതൊന്ന് പുള്ള് ചെയ്ത് വെച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുപോവുക. ഇത് കൊണ്ടുപോയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കുക. ലൈക്ക് വൺ സൈഡ് ടു അനദർ സൈഡ് ഡിഫറൻസ് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ? ആ ഒരു ലൈനിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞില്ലേ ഇവിടെ? ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വന്നിട്ട് ഫൗണ്ടേഷൻ ഞാൻ ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. വിച്ച് മീൻസ് ഭയങ്കര ബെസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടല്ല, നല്ല ഷെയ്ഡാണിത്. ഡാർക്ക് സ്കിൻ, എൻ്റെ സ്കിൻ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഫെയർനെസ് ഒക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അത്ര ഫെയർ അല്ല. ഞാൻ മീഡിയം ടു ഡാർക്ക് സ്കിന്നിലേക്ക് വരുന്നത് ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പം ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഇവരിതിൽ എഴുതിയിരിക്കുന്നത് ലൈറ്റ് സ്കിൻ ടോൺ എന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് ഹണിയാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് സ്കിൻ ടോൺ ഹണി. മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉൾട്ടയായിട്ടാണ് കാണുക. ബട്ട് എന്നാലും ഐ ഷോ ദാറ്റ്. അപ്പം ലൈറ്റ് സ്കിൻ ടോൺ ആണെങ്കിലും ഇതൊരു വീറ്റിഷ് കളറാണ് വരുന്നത്. അപ്പം നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് കിട്ടാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ചീക്ക് ഏരിയാസിൽ. ആൻഡ് ദെൻ ഇത് വന്നിട്ട് രണ്ട് കൈ കൊണ്ടും ഡാബ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഈവനായിട്ട് ഇത് മൊത്തത്തിൽ കണ്ണിൻ്റെ മേലേക്ക് ഞാൻ അധികം പോകാറില്ല. ഇതിന്ന് വരുന്ന എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം കണ്ണിൻ്റെ മേലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആ ക്രീസ് ലൈൻസിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ. ആൻഡ് ഈ ഫൗണ്ടേഷൻ നമുക്ക് ഇപ്പം ഞാൻ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഈസി വേ ഉണ്ട്. ഞാൻ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഷെയ്ഡ് ഇത്രയും ഇഷ്ടമാണ്. അതുകൊണ്ട് ചിലപ്പം ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പോകുന്ന സമയത്തും ഇത് മാക്സിമം ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ആദ്യം ഫേസ് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ മസാജിങ് എന്ന് പറയാൻ പറ്റില്ല, നന്നായിട്ട് ഐസ് ക്യൂബ് വെച്ചിട്ട് ആ ഒരു ഫേസ് നന്ന ഫ്രീസ് ആക്കിയിട്ട് ക്ലോഗ്സ് ഒക്കെ അടയ്ക്കും. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ പോറൊക്കെ അടഞ്ഞിട്ട് നല്ല നീറ്റായിട്ടുണ്ടാവും ഫേസ് ഐസ് ക്യൂബ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ആ ഒരു തണുപ്പിൽ തന്നെ കുറച്ച് വെള്ളം ഈ ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മളൊരു രാവിലെ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഈവനിങ് വന്നാലും ആ ഫൗണ്ടേഷൻ അവിടെ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ. ഇതിന് 60 റുപ്പീസാണ് ഇതിന് വരുന്നത്. 60 രൂപയുള്ളൂ. ചെറിയൊരു ബോട്ടിലാണ് അത്. പക്ഷേ കുറേ കാലം നമുക്കിപ്പം ഡെയിലി ഇങ്ങനെ കുറച്ച് എമൗണ്ട് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കിട്ടും. ഒരു ബെസ്റ്റ് ആൻഡ് ചീപ്പ് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഒബ്വിയസ്ലി എൻ്റെ ആ ഷർട്ട് ഉണ്ട്, ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എനിക്കിഷ്ടമാണ് ആ ഒരു ഷെയ്ഡ് കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട്. ആൻഡ് പ്രൊഡക്റ്റ് വൈസും മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഡാസ്ലറിൻ്റെ പ്രൊഡക്റ്റ് അല്ലേ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് അവരെപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക്. ഇത് ഐടെക്സിൻ്റെ ഒരു കാജലാണ്. ഇത് ഇന്നലെ മോളെടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് വന്നിട്ട് ഇതിനകത്ത് പണി തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഗിവ് എ മൊമെൻറ്റ് ചെയ്യുന്നത്. ഇത് ഐടെക്സിൻ്റെ പ്രൊഡക്റ്റാണ്. 10 റുപ്പീസോ അങ്ങനെ എന്തേ വരുന്നുള്ളൂ. നമ്മളിങ്ങനെ ഫാൻസിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവില്ലേ. എന്നാൽ കൈ കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ കണ്ണിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ നെക്കിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്കിൽ ഞാൻ മറന്നു പോയതാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു ഇതല്ല. കാരണം എൻ്റെ നെക്കും കുറച്ച് ഡിസ്കളറേഷൻ ഉണ്ട് നെക്കിന്. ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും ചെറിയൊരു ഡിസ്കളറേഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഈ ലിപ്പ് ലൈനർ യൂസ് ചെയ്യാനൊരു കാരണമുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കോളേജ് ഗോയിങ് ഒക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ അഫോർഡബിൾ ആയിട്ടൊന്ന് ഒരുങ്ങിപ്പോവാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ അഹെഡ് വിത്ത് ദിസ്. ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്. ഏതാണെന്നൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്. കാരണം ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കും. ഞാൻ ഹൈദരാബാദാണ്. അപ്പോൾ അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ചാർമിനാർ എന്നാണ്. അധികം ഇങ്ങനത്തെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുക. അപ്പം അങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല ഞാൻ വാങ്ങിക്കുക. എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ എടുത്തു, കണ്ടു, ഇഷ്ടപ്പെട്ടു, കൊണ്ടുവന്നു. ആൻഡ് ഇത് ന്യൂഡ് ഷെയ്ഡാണ്. ഈ ഡാർക്ക് സ്കിൻസിന് ഭയങ്കര ഗുഡ് കളറൊക്കെ ആണെന്നുള്ളത് ഞാനിങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമല്ലോ, അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അയ്യോ, പൊട്ടയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ വാവ് എന്തൊരു ഭംഗിയാണ് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ബോറാണ്. ഇത് മാത്രമായിട്ട് ഇട്ട് പോവുകയാണെങ്കിൽ ഒരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ടാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി വരും. അതുകൊണ്ടാണ് ഞാൻ അതേ പറഞ്ഞത് ഞാൻ എന്തിനാ ലിപ്സ്റ്റിക് ലൈനർ ഇടുന്നതെന്ന്. പിന്നെ പൊതുവേ ഞാനൊരു ലിപ്പ് ലൈനർ അഡിക്റ്റാണ്. എനിക്കെൻ്റെ ചുണ്ട് മുഖത്ത് ഉണ്ട് എന്നുള്ളത് എടുത്ത് കാണിക്കണം. ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ആക്കുന്ന ഒരു കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇന്നിട്ടാൽ നാളെയും പോവില്ല, മറ്റന്നാളും പോവില്ല. ഇത് ഓയിലൊക്കെ ഇട്ട് ഉരച്ച് കഴുകിയെടുക്കണം, എന്നാലേ പോവുള്ളൂ. ഇനി വേണമെങ്കിൽ കുറച്ച് ഇനി ഒന്നും കൂടെ ഒന്ന് പോഷാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. ഇത് കണ്ടോ എൻ്റെ ബ്ലഷിൻ്റെയൊക്കെ ഒരു കോലം? ഞാൻ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല. മേക്കപ്പ് പ്രോഡക്ട്സ് എവിടെയും വെക്കാൻ പറ്റില്ല. ഈ അമ്മമാർ, കുട്ടികൾ വീട്ടിലുള്ള അമ്മമാർക്ക് അറിയായിരിക്കും അത്. ഇവർ വന്നിട്ട് ആദ്യം അവർക്ക് സ്ലേറ്റും പെൻസിലൊക്കെ എടുക്കുന്നതിന് മുന്നേ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഐലൈനർ എടുക്കുക, ലിപ്പ് ലൈനർ എടുക്കുക, ലിപ്സ്റ്റിക്ക് എടുക്കുക, ഇതൊക്കെയാണ്. എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്കൊന്നും ഞാൻ ക്രയോൺ ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്സ് ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. എല്ലാം പൊട്ടിയെന്ന് തോണ്ടി തേക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. ആ പുതിയ ദിവസങ്ങളിൽ 1 2 അപ്പോൾ യൂസ് ചെയ്യും, പിന്നെ പൊട്ടിയെന്ന് തോണ്ടി തേക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ കൺമഷി ഒന്നും ഞാൻ ഒരിക്കലും ഇങ്ങനെ യൂസ് ചെയ്തത് ഇപ്പോൾ കുറച്ച് പുതിയതായതുകൊണ്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നു ഇല്ല. നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ നേരത്തെ ഒന്നിൻ്റെ അവസ്ഥ. അതുപോലെ പൊട്ടിയെന്ന് ഞാൻ എടുത്ത് തേക്കേണ്ട ഒരവസ്ഥയാണ് എപ്പോഴും എനിക്ക് ഉണ്ടാവുന്നത്. മോളായതിന് ശേഷം പ്രത്യേകിച്ചും. ചെറിയ ആൾ, വലിയ ആൾ പിന്നെ അത്ര ഒരു ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല. ചെറിയ ആൾ ഭയങ്കര നോട്ടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾ കുറച്ച്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ഹെയർ സ്റ്റൈലിസ്റ്റ് ഒക്കെ ആയിരിക്കും ആവുന്നത് വലുതാവുന്ന സമയത്ത്. കാരണം ഫുൾ ടൈം മുടിയുടെ മുകളിലും ഈ ഒരു എൻ്റെ ഒരു ഒബ്സഷൻ ഉണ്ടല്ലോ ഈ മേക്കപ്പിനോടും ഇതിനോടും ഒക്കെ ഉള്ള, അത് ആൾക്കുമുണ്ട്. അപ്പം ഇതാണ് ഒരു ലുക്ക് വന്നിട്ട്. വേണമെങ്കിൽ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടൊന്ന് സ്റ്റൈലാക്കാം. മുടി കട്ട് ചെയ്യാനായിട്ടുണ്ടല്ലേ, താഴെയെല്ലാം വൃത്തികേടായിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട്. എനിക്ക് തോന്നുന്നു ഇത്
ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഐലൈനർ വേണ്ടവർക്ക് ഐലൈനർ യൂസ് ചെയ്യാം, ഐബ്രോ വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. ഇത് ടോട്ടലി ആപ്പ് ടു യു. ഞാൻ ഒരു വെരി സിമ്പിൾ ബട്ട് നമുക്ക് ഒന്ന് ഒരുങ്ങി പോകാം എന്ന് തോന്നുന്നിടത്തേക്ക്. ഇപ്പം ഓഫീസിലും സ്കൂളിലൊക്കെ ഡെയിലി പോകുന്ന സമയത്ത് നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല ഇതെല്ലാം വാരി പൊത്തിക്കൊണ്ടു പോകാനും കാര്യങ്ങൾക്കൊന്നും. അപ്പോൾ ഒന്ന് ബ്യൂട്ടിഫുൾ ആവാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒന്ന് കൊണ്ടുപോകും. ലൈക്ക് നിങ്ങളെ ക്യാരി നമ്മളെപ്പോഴും നമ്മളെ നന്നായിട്ട് ക്യാരി ചെയ്യാനായിട്ട് നോക്കണം. എന്നാലാണ് നമ്മൾ അതേഴ്സ് നല്ലൊരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാകും. ഞാൻ എൻ്റെ ജോബിലേക്ക് വരികയാണ്, സോ സോറി ഫോർ ദാറ്റ്. നമ്മളെപ്പോഴും അത് ഒരു നല്ല തോട്ടാണ്. നമ്മളെപ്പോഴും നന്നായിട്ട് നമ്മളെ ക്യാരി ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിങ്ങിലും നിങ്ങൾ നിങ്ങളുടെ അപ്പിയറൻസിലും കംഫർട്ടബിൾ ആണെങ്കിൽ അതേഴ്സ് വിൽ ഗെറ്റ് ദാറ്റ് കംഫർട്ടബിലിറ്റി. നിങ്ങൾ നിങ്ങളുടെ നല്ല കോൺഫിഡൻസിലാണുള്ളതെങ്കിൽ മറ്റുള്ള ആളുകളും നിങ്ങളെ കാണുന്ന ആളുകളും ആ കോൺഫിഡൻസ് നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യും അവർക്കും. അപ്പം നമ്മളെപ്പോഴും നമ്മളെ നന്നായിട്ട് ക്യാരി ചെയ്യുക ആൻഡ് വിയർ എ ഗുഡ് സ്മൈൽ ഓൺ യുവർ ഫേസ് എപ്പോഴും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.